നമസ്കാരം രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വട്ടയപ്പമായിട്ടാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ സാധാരണ മിക്കവാറും ഇങ്ങനെ ആഘോഷങ്ങൾക്കൊക്കെ വട്ടയപ്പം ഉണ്ടാക്കും. കാരണം അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വട്ടയപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ പച്ചരി കുതിർത്ത് വെച്ച് അത് അരച്ച് കുറച്ച് നേരം ഫെർമെൻറ്റ് ആവാനൊക്കെ വെച്ച് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി കൊണ്ടാണെന്ന് മാത്രമല്ല, നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് വെറും ഫെർമെൻ്റ് ആവാനും അധികം സമയം ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സ്പോഞ്ച് പോലെയുള്ള വട്ടയപ്പം ആയിരിക്കും. ഇനിയിപ്പോൾ ഇന്ന് കഴിക്കുന്നില്ല, നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിലും ഒന്ന് മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കി എടുക്കുകയൊക്കെ ചെയ്താലും ആ സോഫ്റ്റ്നെസ് അതേപടി ഉണ്ടാവും. അപ്പോൾ സംഭവം സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ അരിപ്പൊടി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറൊക്കെ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ മെയിനായിട്ടുള്ള സംഭവം എന്താണ്, അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചിരകിയ തേങ്ങ വേണം, ഇതൊരു 1/2 കപ്പാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അവിൽ നനച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 കപ്പോളം വെള്ള അവിലാണ് എടുക്കുന്നത്. വെള്ള കളറിൽ ഉണ്ടാവും. അപ്പോൾ വെള്ള അവിൽ, ഇതിന് പകരം നിങ്ങൾക്ക് ചോറുണ്ടെങ്കിൽ ചോറായാലും മതി. അപ്പോൾ വേറെ കളറിലുള്ള അവിൽ എടുത്താൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ മാറും, നല്ല വെളുത്തിട്ടല്ലേ വട്ടയപ്പം ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാ വെള്ളം ചേർക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1/4 കപ്പ് അത്രയേ വരുള്ളൂ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സ്നാക്കായിട്ട് നല്ല മധുരത്തിലൊക്കെ കഴിക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഏതാണ്ടൊരു 1 കപ്പ് 1.25 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയും ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതിനി അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഫെർമെൻ്റ് ആയി വരും, അതുകൊണ്ട് കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാൻ നോക്കണം. ഇനിയിപ്പോൾ ഇതൊരു 3-4 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിവിടെ വെക്കാം. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് സ്ഥിതി. എല്ലാം പുറത്തോട്ട് മാവായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പുറത്ത് ആയതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കായിരുന്നു ശരിക്കും. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് ഒരു തവി വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഇതിങ്ങനെ താഴത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു കേക്കിൻ്റെ ടിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു അല്ലെങ്കിൽ പ്ലേറ്റ് ആയാലും മതി. എന്തായാലും ആവി കയറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തടവി കൊടുക്കുകയാണ്. കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. ഓയിലായാലും കുഴപ്പമില്ല. അപ്പം നല്ലപോലെ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കൂട്ട് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കാരണം മുഴുവനായിട്ട് ഒഴിക്കാൻ പാടില്ല, കാരണം പൊങ്ങി വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഒരു വട്ടയപ്പം അധികം കട്ടി ആവേണ്ട ആവശ്യമില്ല. അപ്പം ഇത് ആവി കയറ്റി എടുക്കുന്നത് നമ്മൾ ഒരു ഇഡ്ഡലി തട്ടിലാണ്, ഇഡ്ഡലി ചെമ്പിലാണ്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഒഴിച്ച കേക്കിൻ്റെ ആ ഒരു പാൻ എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി അടച്ചു കൊടുത്തിട്ട് നമ്മളൊരു 8 മുതൽ 10 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണിത് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് സമയമായിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണുള്ളത്, നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തോന്നുള്ള അറിയാൻ വേണ്ടി ഒരു ഫോർക്കോ നൈഫോ മറ്റോ വെച്ചിട്ടൊന്ന് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ നോക്കിയാൽ മതി. അപ്പോൾ ഇത് പുറത്തോട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടൊന്ന് വിട്ടതിന് ശേഷം നല്ല എളുപ്പത്തിൽ നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടുത്തി എടുക്കാൻ നോക്കിയാൽ മതി, എളുപ്പം കിട്ടും. ഇനി ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ ആവി കയറ്റി എടുക്കാം. അപ്പോൾ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഒരു 3 മണിക്കൂർ അത്രേ എടുത്തുള്ളൂ. നല്ല സ്പോഞ്ച് പോലത്തെ വട്ടയപ്പം റെഡിയായി. അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.